അതെ, 2026 ജാനുവരി 17. സമയം 9:30 അടുക്കും. നമ്മളിപ്പോഴും ഉള്ളത് ഇവിടെ സിബി ബേക്കറിയുടെ ഒക്കെ അടുത്ത് ആനന്ദേശ്വരി വഴിയാണ്. ഇതിലോട്ട് ഒരു ആട്ടോ ഒരു സ്കൂട്ടർ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് സമീപത്തുള്ള ആട്ടോ പാർക്ക് ചെയ്യാൻ പോലും ഇടമില്ലാതെ എന്തെല്ലാമാണ് ഇവിടെ മുന്നോട്ട് ഇരിക്കുന്നത്. അതെ അതെ, വസ്തുക്കൾ എന്തൊക്കെയാണ് നോക്ക്. ഒന്ന്, തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്. പിന്നെ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ 2-3 ഇരുമ്പും അതുപോലുള്ള സാധനങ്ങൾ. പിന്നെ എന്താ, ഇറച്ചി വെട്ടും. അതിൻ്റെ ഭാരഭരണയിലെ എല്ലാം കൂടി ഏതിന് മേലെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ PWD ഓടയുടെ മേലെ സ്ഥാപിച്ചിരിക്കുക. റോഡിൻ്റെ വരയ്ക്ക് വളരെ അടുത്തായിട്ടും ശ്രീരാമദാസ ആശ്രമത്തിലോട്ട് പോകുന്ന വഴിക്ക് അടുത്തായി സമീപമായിട്ടും BJP എന്ത് ചെയ്തിരിക്കുന്നു, ബുക്ക് ചെയ്തിരിക്കുന്നു 2030 വാർഡ് 4 നമ്പർ 83 ആയിട്ടുള്ളത്. എല്ലാം വെച്ച് എടുത്തല്ലേ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ അച്ഛാ, ഇത് എന്തിനാ നമ്മൾ എടുക്കുന്നത്? ഈ ട്രാഫിക് തടസ്സം സൃഷ്ടിക്കുന്നതിന് ഒത്തുകളിക്കുന്ന ആരൊക്കെയാണ്? ആരുടെ എല്ലാം ബോർഡുകൾ? തിരുവനന്തപുരം, ഒന്നുകൂടെ ആ ബോർഡ് എടുത്തോ. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താ ബോർഡും പിന്നെ ട്രാഫിക്. അതെ, ഒത്തുകളിക്കുന്നത് പൊള്യൂഷൻ ഒത്തുകളി നടത്തുന്നത്. എൻ്റെ ഇവിടെ ഈ ഫുട്പാത്തിൽ ഇവിടെ ബിസിനസ്സുകാരെ സംരക്ഷിക്കാൻ ഇത് പുതിയ മേയറുടെ ശ്രദ്ധയിൽ പതിയേണ്ട ഒരു സംഭവമാണ്. ഇത്തരം ഒത്തുകളികൾ തിരുവനന്തപുരം നഗരസഭയിൽ ഇനി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മേയർ പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. കറക്റ്റ്. മേയറിൽ നിന്ന് ഞങ്ങൾ BJP അനുഭാവികളും മറ്റ് പുതിയൊരു രാജീവ് ചന്ദ്രശേഖർ പറയുന്ന പോലെ എന്താ മാറും, ഇനി എല്ലാം മാറുമെന്ന് പറഞ്ഞാൽ ഇത് മാറാതെ ഇരിക്കുകയാണ് ഇവിടെ. ഇതിനെ എത്രയും പെട്ടെന്ന് ഇത്തരം ശ്രീകാര്യം തൊട്ട് ഇതിപ്പോൾ സിറ്റി കോർപ്പറേഷനിലേക്ക് കയറുന്ന സെൻ്ററാണ്. കയറുന്ന സെൻ്ററിൽ കാണുന്ന ട്രാഫിക് ബ്ലോക്കുകളാണ്. ഇതെല്ലാം മേയർ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. അപേക്ഷിക്കാൻ കാരണം എന്തെന്നാൽ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള ഇല്ലല്ലോ. അത് ഇവിടുത്തെ നഗരസഭയ്ക്കാണല്ലോ അതിനുള്ള അധികാരവും എല്ലാം ഉള്ളത്. അപ്പോൾ ആ കഴക്കൂട്ടം ശ്രീകാര്യം പോത്തങ്കോട് തല തിരിഞ്ഞിരിക്കുന്ന ബോർഡൊക്കെ കണ്ടോ? അതുമൊക്കെ ഒന്ന് എടുക്കും. ഇതൊക്കെ ഒന്ന് നേരെ എത്രയും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടണം എന്ന് പറയുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോകൾ നമ്മുടെ ഒരു ലൈവ് ടോക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതിന് നമ്മുടെ
പ്രേക്ഷകരിൽ നിന്നും നല്ലൊരു ബാക്കി പറയടേ കുട്ടപ്പ നല്ലൊരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നില്ല, ഇത് തുടരുന്നു, തുടരുകയാണ്. എന്താണ് ഇതിനൊരു ഹെഡിങ് കൊടുക്കുന്നത്? ഇതിന്റെ ഹെഡിങ് ആണ് ഇമ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കണ്ടു, ആശാൻ അക്ഷരം ഒന്ന് വിതച്ചാൽ 51 വിഴയ്ക്കും ശിഷ്യൻ. നമ്മുടെ ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്? It is not from the benevolence of the butcher, the brewer or the baker that we expect our dinner, but regard to their own interest. അതുപോലെ മേയറുടെ ഇൻട്രസ്റ്റിലോട് താല്പര്യത്തിൽ ഇതെല്ലാം വൃത്തിയാക്കി കിട്ടണമെന്ന് ആണ് ഈ ഇതുവഴി പോകുന്ന ഈ യാത്രക്കാരെല്ലാം ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം മാറട്ടെ എന്നാണ് മേയറുടെ ഭാഗത്ത് നിന്ന് ഇത്ര ഒരു ക്ലീൻനെസ് ശ്രദ്ധയിൽപ്പെട്ട് ഒഴിവാക്കുകയാണെങ്കിൽ മേയറുടെ ഭരണം 50% വിജയിക്കും. പിന്നെയാണ് യഥാർത്ഥ മാറ്റം വരേണ്ടത്. ആ 50% ക്ലീൻനെസ്സിലൂടെ മേയർക്ക് വിജയിക്കാവുന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഗുരുദേവനും ക്ലീൻ സിറ്റി, ശ്രീനാരായണ ഗുരുദേവന്റെ ക്ലീൻ സിറ്റി ചെമ്പഴന്തി ഇതിന് വളരെ അടുത്താണ്. ചെമ്പഴന്തി തൊട്ട് ശ്രീകാര്യം വരെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ഒത്തുകളികളെല്ലാം അവസാനിപ്പിച്ച് കിട്ടണമെന്ന് ബഹുമാനപ്പെട്ട മേയറോട് ഈ ചിത്രം സഹിതം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഓക്കെ, സെറ്റ് മതി നിർത്തട്ടാ.